ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ഗിഫ്റ്റ്. കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഗൈസ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ സെൽഫ് ഗിഫ്റ്റിംഗ് ആണല്ലേ. അപ്പം കുറച്ച് കോപ്പിറൈറ്റ് വരും. നമ്മൾ 2 അല്ല 3. എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഞാൻ സേവ് ചെയ്യുന്ന പൈസ വെച്ചിട്ട് എനിക്ക് എന്തായാലും മതി മേടിക്കണം എന്നുള്ളത്. ഗോൾഡ് ഓർ ഡയമണ്ട്. അച്ഛൻ സ്വർണ്ണ കുലുസ് കാര്യമിടാൻ സമ്മതിക്കത്തില്ല. അപ്പൊ കുലുസ് മേടിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഡ്രസ്സിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. അതിനു വേണ്ടി താല്പര്യം അനുവിനാണ്. ഡ്രസ്സിനോട് ഭയങ്കര ക്രേസ് ഉള്ളത്. എനിക്ക് അങ്ങനൊന്നുമില്ല, ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല. വേറെ എന്ന് പറയുമ്പോ ഞാൻ മൂക്കുത്തി മേടിക്കാന്നാണ് വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഈ ട്യൂഷൻ വിഷു കൈ നീട്ട ഓണത്തിന് പൈസ തരുന്ന അതൊക്കെ ഞാൻ ട്യൂഷനൊക്കെ എടുത്ത് സ്വരുക്കൂട്ടി വെച്ച എന്റെ പൈസ കൊണ്ട് ഞാൻ ഇന്ന് മൂക്കൂത്തി മേടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പൊ എന്റെ പൈസ അതെ ഈ പേഴ്സിൽ ഇരിപ്പുണ്ട്. ഞാനെല്ലാം ഗൈസ്, അനുവിന് പൈസ കിട്ടിയാൽ അനു അത് ചെലവാക്കാതെ അനുവിനൊരു മനസമാധാനമില്ല. ഇപ്രാവശ്യം വിഷു കൈ നീട്ടോ എന്താണ്ട് വിഷു ആണോ ഓർമ്മയില്ല, എന്താണ്ട് കിട്ടിയിട്ട് ഉടുപ്പും കണ്ട് മേടിച്ച് ട്യൂഷൻ ഫീസ് കൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു. അതിപ്പം ഒരു സെൽഫ് അല്ലാതെ കിട്ടിയത്, പേരൻസ് ഡിപ്പെൻഡ് അല്ലാതെ എന്റെ പൈസ കൊണ്ട് തന്നെ ഡ്രസ്സ് വാങ്ങിയില്ലേ. ഓണത്തിന് കിട്ടിയതെല്ലാം കൂടെ വെച്ചിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തേ. വിഷുവിന് കിട്ടിയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ട്യൂഷൻ ഫീസും ഓണത്തിന് കിട്ടിയതും എല്ലാം കൂടെ ഞാൻ ചെലവാക്കാതെ ട്യൂഷൻ ഫീസ് ഒന്നെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കും, ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പം ആവശ്യം വരും ക്യാഷ്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് മൂക്കൂത്തി മേടിക്കുക. എനിക്ക് ഡയമണ്ട് മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. കഴിഞ്ഞ വർഷം പോലെ ഞാൻ ഡയമണ്ട് മേടിക്കണം, എന്റെ പൈസ വെച്ചിട്ട് ഡയമണ്ട് മേടിക്കണം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ വർഷമാണ് നമ്മൾ ട്യൂഷനൊക്കെ തുടങ്ങിയത്. പക്ഷെ എന്റെ ഡയമണ്ട് മേടിക്കാനുള്ള അത്രയും ബഡ്ജറ്റ് ഇല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ ഇങ്ങനെ കിൻഡർ ജോയ് വാങ്ങിച്ച് കളയാറില്ല കേട്ടോ. ഇത് അമ്മയുടെ പൈസ വെച്ച് മേടിച്ചു. കണ്ടോ? അപ്പൊ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം അമ്മയെ ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് അതെല്ലാം കൂടെ സേവ് ചെയ്തു. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ പോലും ഞാൻ എന്റെ ക്യാഷ് കൊടുക്കും. ഇത് കിൻഡർ ജോയ് എത്ര വർഷങ്ങൾക്ക് ശേഷം മേടിച്ചേ ഞാൻ. അപ്പം എനിക്ക് ഡയമണ്ട് മേടിക്കാനുള്ള ആ ഒരു ബഡ്ജറ്റ് ഇല്ല. അപ്പം ഞാൻ അമ്മ പറഞ്ഞു ഗോൾഡ് മേടിക്കാന്ന്. എന്തായാലും ഗോൾഡ് ആയിരിക്കും മൂക്കുത്തി മേടിക്കാം. എനിക്ക് റിംഗ് ആണ് ഇഷ്ടം. അതോ തേവള്ളി പോണോ? അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും പോകാം. അമ്മ, ഞാൻ എന്റെ സെൽഫ് ഗിഫ്റ്റിങ്ങിന്റെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അവരവരുടെ ഇഷ്ടങ്ങളല്ലേ എല്ലാം നടത്തുന്നത്. അങ്ങനല്ല ഉദ്ദേശിച്ചത് എന്റെ മോള് ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാനാണ്. അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അമ്മ ഞാൻ വിചാരിച്ചു അമ്മ അതിനോട് പറയും, നീ ഇങ്ങനെ സേവ് ചെയ്തേ, അവളുടെ കൂട്ട് കിട്ടുന്ന ആണ് അങ്ങനെ പറയും, കിട്ടുന്ന പൈസ അപ്പ ചെലവാക്കാതെ സേവ് ചെയ്ത് വെക്കും. അമ്മ ഇങ്ങനെ പറയും, ഗൈസ് നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ, നിന്റെ പൈസ ഇല്ലേ. അപ്പം ഞാൻ സെൽഫ് ഗിഫ്റ്റിംഗ് ചെയ്യുന്നോണ്ട് അമ്മയൊക്കെ എന്തുവാ പറയാനുള്ള പറ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജോലി ചെയ്ത് കിട്ടിയ പൈസ ഇല്ലേ, അപ്പം അത് ചെലവാക്കേണ്ടത് നിന്റെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം നീ ആവശ്യമില്ലാതെ ചെലവൊന്നും ആക്കത്തില്ല, എല്ലാം സൂക്ഷിച്ച് തന്നെ വെക്കുന്നു. അവളെ മുഴുവനൊക്കെ. പക്ഷെ അനു നേരെ ഓപ്പോസിറ്റാ. പൈസ കിട്ടിയോ അപ്പ ചെലവാക്കും. ഇല്ല, അത് ഞാനും സെൽഫ് ഗിഫ്റ്റിംഗ് അല്ലേ. ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ അല്ലേ, അത് നല്ല കാര്യമല്ലേ. എന്താ അമ്മ ഗൈസ്, എന്റെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇന്ന് ബർത്ത്ഡേ. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസമൊക്കെ അമ്മയടുത്ത് ഇങ്ങനെ പറയും, അമ്മ 18 വയസ്സിലെ ബർത്ത്ഡേ, 18 ഗിഫ്റ്റ് അങ്ങ് മേടിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി. 18 മിഠായി തരാം. അതിമുഖമാണ് മുകളെ. ഇവൻ ഒരു ചോക്ലേറ്റ് വരെ ഗിഫ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് 50 പൈസയുടെ 18 മേടിച്ചു കൊടുക്കാം. 50 പൈസയുടെ ഒന്നും അല്ല. ഇവിടെ നോക്ക്, പാർട്ടിയുടെ എന്താണ് ഗൈസ്, കോളേജ് ടീക്കൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്താണ്ട് ഗൈസ്. അപ്പൊ നമ്മള് മൂക്കുത്തി മേടിക്കാൻ പോകുന്നതിന്റെ ആ സമയം കൊണ്ട് നമ്മള് വേറെ കടയിൽ കയറി. നമുക്ക് വിശന്നു. അപ്പൊ ഇപ്പൊ സമയം 4:20 കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ റമീസിലോട്ട് വന്നു. അപ്പം നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിരുന്നു.
ഡ്രസ്സും കൊണ്ട് അനിക്കുട്ടി ചിന്താവിഷ്ടയായി ഇരിക്കുന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ മൂക്കൂത്തി വാങ്ങിക്കാൻ ഇറങ്ങിയിട്ട് അന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സമയം കിട്ടില്ലായിരുന്നു. നമ്മൾ വേറൊരു ദിവസമാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഇന്ന് സെപ്റ്റംബർ 28, അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ഞാനും അമ്മയാനും കൂടെയാണ് ആസ് യൂഷ്വൽ പോകുന്നത് മൂക്കുത്തി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അമ്മ എന്നോട് പറഞ്ഞു ഓയ് മാല എടുത്തിട്ടടി. അപ്പോൾ ഞാൻ മാല എടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് എന്തോത്തിൻ്റെ അടവായിരുന്നെന്ന്. എന്തിൻ്റെ അടവാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെ മാല എടുക്കാൻ പറഞ്ഞിട്ടിട്ട് ഇതായിരിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട്. അനിക്കുട്ടി ഹായ് അനിക്കുട്ടി ഹായ്. ആരിത്? ഇങ്ങോട്ട് കാണാൻ വയ്യ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താന്ന് വെച്ചാ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ പൈസ കൊടുത്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കുന്നതിൽ അച്ഛൻ എന്താണ് അഭിപ്രായം? നല്ല കാര്യമല്ലേ? കാര്യം നീ തന്നെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് നീ തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിനക്ക് ആവശ്യമുള്ള പൈസ നീ ചെലവാക്കുന്നത് നല്ല കാര്യം. ഐ ആം പ്രൗഡ് ഓഫ് യു. എന്റെ അച്ഛൻ മാത്രമേ ഉള്ളു ഗൈസ് എന്നെ മനസ്സിലാക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് RP മോളിലോട്ടാണ്. ഇങ്ങനെ കുസുമ്പോ അസൂയേ പാടില്ല. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന RP മോളിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാനൊന്നുമല്ല വന്നത്. RP മോളിനകത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഞാനല്ല മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ് നമ്മൾ വന്നത്. അതിന് മുന്നേ നമ്മൾ കുറേ കടകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അവസാനം ഫൈനലെത്തിയത് ഈ കടയിലോട്ടാണ് ഗൈസ്. ഇവിടെ ഉണ്ടല്ലോ, നോക്ക്, ഇവിടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഫസ്റ്റിലോട്ട് ഞെക്കിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ RP മോളിൽ. എനിക്കതല്ല ചിരി ലിഫ്റ്റിൽ കയറിയപ്പം ഓരോ ഫ്ലോറിൽ എന്തൊക്കെ കടകളാന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ക്ലിക്ക് ചെയ്തത് ഫസ്റ്റ് ഫ്ലോർ. ഗൈസ്, ഒത്തിരി നാൾക്ക് ശേഷം എസ്കലേറ്റർ കയറി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. ഗൈസ്, ഞങ്ങൾ വിചാരിച്ച് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അടയ്ക്കാൻ പോവാണ് കേട്ടോ. പക്ഷേ അടയ്ക്കാനൊന്നും പോവല്ലായിരുന്നു. പിന്നെ നമ്മൾ കുനിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഗൈസ്, നമ്മൾ ഡയമണ്ട് ഭാഗത്തോട്ടാണ് വന്നത്. അതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. RP മോളിൻ്റെ ഉള്ളിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവർ പറയുന്ന ഗോൾഡ് എടുക്കാം, പക്ഷെ എൻ്റെ ആഗ്രഹം ഡയമണ്ടാണ്. ഡയമണ്ടുള്ള ബഡ്ജറ്റ് ഉണ്ടോ നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഓരോതിൻ്റെ വില നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതാ റിങ്ങാ എടുക്കുന്നേന്ന്. ഇവര് റിങ് എടുക്കാൻ സമ്മതിക്കുന്നു. ഇവരെന്റെ മനസ്സ് പിന്തിരിപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് റിങ് ചേരത്തില്ല. ഒത്തിരി ഈ റിങ്ങൊക്കെ J ടൈപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുണ്ടോ, ഇതാണ് നമ്മൾ എടുത്തത്. ഈ ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ കേട്ടോ എടുത്തത്. പൈസ അങ്ങനെ നമ്മൾ എൻ്റെ മൂക്കുത്തി വാങ്ങി അമ്മ പേയ്മെൻറ്റ് ചെയ്യുവാണ് സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ മൂക്കുത്തി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എടുത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് J ടൈപ്പ് മൂക്കുത്തി ഇഷ്ടം. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ മോളെ ഇതല്ല, ഞാൻ അതിൻ്റെ സെൻസിവായിട്ടൊന്നും മനസ്സിലാക്കില്ല. അതായത് ഇപ്പം 5 ഓൾറെഡി ഇട്ടേക്കുന്ന J ടൈപ്പ് നോ സ്പിന്നാണ്. J ടൈപ്പ് അല്ലിത് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ എന്തുവാ ഇപ്പം വീണ്ടും J ടൈപ്പ് ഡയമണ്ട് റിങ് എടുത്താൽ എന്തോ സംഭവിക്കുന്നത്, ഒരു ചേഞ്ചും ഫേസിന് വരില്ല. പക്ഷെ ഇപ്പം ഇവിടെ ചൂസ് ചെയ്തേക്കുന്ന ഇവിടെ ഇടുമ്പോഴത്തേക്കും വേറൊരു ലുക്കായിരിക്കും ഫോർ ഷുവർ. വേണ്ട ഗൈസ്, നമ്മുടെ ഐറ്റം പാക്ക് ചെയ്യുന്നു. എന്തുവാ സ്വാമി. ഗൈസ്, അങ്ങനെ എത്തിയപ്പോൾ മലബാറിൻ്റെ ഓപ്പോസിറ്റാണ് മക്ഡൊണാൾഡ്സ്. സോ നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറാമെന്ന് വിചാരിച്ച്. അതാണ്ട് നമ്മുടെ ഐറ്റം, നമ്മുടെ ഫുഡ് അവിടെ റെഡി ആവുന്നു. എന്തൊക്കെയാ വാങ്ങിയ? മീലാണ് വാങ്ങിയത്. അതായത് അയ്യോ ഓട് ഓട് ഓട്
നമ്മളിത് ഈ സാധനം ഓർഡർ ചെയ്ത മാക് ക്രിസ്പി ചിക്കൻ ബർഗറാണ്. നമ്മൾ ഒത്തിരി നാളല്ലേ മാക്ഡൊണാൾഡ്സിൽ, നമ്മൾ കുവൈറ്റിലൊക്കെ എപ്പോഴും മാക്ഡൊണാൾഡ്സിൽ പോവായിരുന്നല്ലേ. ആ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എവിടെ പോന്ന്? നമ്മുടെ ഇത് കാണിച്ചോട്ട്, ഇത് ഫാൻ്റെ നമ്മൾ ഓരോരുത്തരായിട്ട് ഫ്രഞ്ച് ഫ്രൈസിന്റെ സാധനം താത്തിടുക. കൊള്ളാവാ. അപ്പൊ ഗൈസ് നമുക്ക് ബർഗർ ഓപ്പൺ ആക്കാം. ഇവരിത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്താന്ന് കേട്ടോ പറഞ്ഞേ. എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ട് ബർഗർ? അമ്മ എങ്ങനെ ഇതൊക്കെ കൂടി എടുക്കുമെന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തൊട്ടില്ല, ഞാൻ ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കുക ഗൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് ഇവർക്ക് ഞാൻ ഒരു ഓഫർ കൊടുത്ത്, നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം മേടിച്ചരാന്ന്. ഇവിടെ മാക്ഡൊണാൾഡ്സിൽ ഐസ്ക്രീം നോക്കിയപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞ് ഇല്ല, മെഷീൻ കേടാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തൊട്ട് ഓപ്പോസിറ്റിലുള്ള ബാസ്കിൻ റോബിൻസിലാണ് ഞാൻ പോകാൻ പോകുന്നത്. അതിന് വരുന്നോടെ എൻ്റെ കൂടെ ഒന്ന് പാടേ. നമ്മൾ ഈ ഒരു ഫ്ലേവർ എടുത്തിട്ടോ, ചോക്ലേറ്റ് മൂസ് റോയൽ ഗൈസ്. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചോണ്ട് വന്നപ്പോൾ അഞ്ഞു പറയുക ഒരെണ്ണമേ മേടിച്ചോളൂ. ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മോസ് റോയൽ മേടിച്ചു. അനുവിന് നോട്ടി ന്യൂട്ടല്ല. രണ്ടും എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന്. രണ്ട് സൂപ്പറാ. കൊള്ളത്തില്ല. ന്യൂട്ടന്റെ അടി പൈസ കൊടുത്ത് മേടിച്ച സാധനമാ. എങ്ങനെ ഞാൻ തന്നോളാം. ഞാനുണ്ട് ഇപ്പം നിന്റെ വായിക്കത്ത ഒരു മീനിന്റെ ടേസ്റ്റ്. കറക്റ്റ് ന്യൂട്രലയുടെ ടേസ്റ്റ് അനുവിന് തോന്നുന്നതാ. അമ്മയ്ക്ക് നമ്മൾ മേടിച്ചില്ല, കാരണം ഷുഗറാ, ഡയബറ്റിക് പേഷ്യന്റ്. ഐസ്ക്രീം കഴിച്ചോളൂ, ഫാറ്റ് കഴിക്കാം. ഞാൻ എന്റെ സാധനം കഴിക്കട്ടെ. രണ്ട് ഞാൻ കഴിക്കാം. ഇത് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം ഷാർക്കിന്റെ ടേസ്റ്റാന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഇത് കൊള്ളാച്ചു. എനിക്ക് അരണ്ടിയതുപോലെ മാന്തിയിട്ട് എനിക്ക് തരുന്നു. ഇനി നമ്മള് വീട്ടിലോട്ടാ പോകുന്നത്. നമ്മൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഞാൻ ഭൂമിയിൽ കാല് കുത്തിയിട്ട് ഇന്നേക്ക് 18 വർഷം. 2006 ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 12:55 സുഹൃത്തുക്കളെ ഞാൻ ജനിച്ചത്. ഇന്ന് ഒക്ടോബർ 5 2024. ഞാൻ 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞാൻ ജനിച്ചിട്ടില്ല. നമ്മളെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ മൈ 18th ബർത്ത്ഡേ വ്ളോഗ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നന്ദൻ ചേച്ചി, ഞാനും അമ്മയും അനുകൂടെ അമ്പലത്തിൽ പോവാം. പേരൂർ അമ്പലത്തിൽ പോവാട്ടോ. ഇപ്പൊ നവരാത്രി ആയോണ്ടേ കുറെ പൂജകള് സംഭവങ്ങള് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ കലശ പൂജ എന്നാണ് അമ്മ പറഞ്ഞത്, അമ്മയുടെ ഒരു നിഗമനത്തിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഇത് നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് പാവാടെ ക്രോപ്പ് ടോപ്പും ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. പിന്നെ മേക്കപ്പ് എൻ്റെ വക, മുടി അമ്മയുടെ വക, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. വലിയ ആളില്ല, 10:30 കഴിഞ്ഞ്. ഗൈസ്, അങ്ങനെ നമ്മൾ തൊഴുതു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് ഒക്കെ എടുത്തു ഗൈസ്. അപ്പം നമ്മള് ഫോട്ടോസും എല്ലാവരുമായിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ പോകാൻ പോകുന്നു സുഹൃത്തുക്കളെ.
വീട്ടിൽ പോയിട്ട് കാണാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി. ഇതാണ് കേട്ടോ എനിക്ക് അനു മേടിച്ചു തന്ന കുർത്തി. എങ്ങനെയുണ്ട് അനു നീ മേടിച്ചെന്ന ഡ്രസ് ഞാൻ ഇട്ടപ്പോൾ? ഡ്രസ് കൊള്ളാമെന്ന് കണ്ടോ. നമ്മൾ 12:05 ഇപ്പൊ സമയം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാർ, ചമ്മന്തിയില്ല. ഇവിടെ നന്ദൻ ചേച്ചി ഇതാണ്ട് 2 ഇഡലിയും 3 ഇഡലി സാമ്പാറും കഴിക്കുന്നു. അനു ഇതാണ്ട് കഴിക്കുക, സാമ്പാർ ഇടാൻ പോവാ. അമ്മയും കഴിക്കും. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ദാണ്ട ഇതാട്ടോ എനിക്ക് അനു ഫാസിയോന്ന് മേടിച്ച ടോപ്പ്, മേടിച്ച് തന്ന ടോപ്പ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ ഗൈസ്, എന്റെ കഴിഞ്ഞ വർഷം മുതലുള്ള ആഗ്രഹമാണ്. നമ്മള് ഒത്തിരി കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ മാത്രം പോരാ, എന്തെങ്കിലും നല്ല കാര്യം കൂടെ ചെയ്യണ്ടേ. ഈ ട്യൂഷൻ ഫീസ്, ഓണത്തിന് കിട്ടുന്ന പൈസ, വിഷുവിന് കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊരു നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നി. ഓർഫനേജില്ലേ, അവിടെ ഫുഡ് കൊടുക്കണമെന്നായിരുന്നു ആദ്യം എനിക്ക് ആഗ്രഹം. പക്ഷെ എനിക്ക് അത്രയും പൈസ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 20 പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഉച്ചക്കലത്തെ ഊണ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. 20 പേരെ തപ്പി കണ്ടുപിടിച്ച് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഫുഡ് നമ്മൾ ഓൾറെഡി കൊടുത്തത് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു സംസം ഹോട്ടലിൽ നിന്ന് ആണ്. ഇനിയിപ്പോൾ അനുത വന്നിട്ടുണ്ട്, നമ്മളിനി അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ ഗൈസ്, 3-ാംകുറ്റി സംസം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി അമ്മ പോകട്ടോ. അമ്മ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പൈസ അമ്മയുടെ കൊടുത്തു വിട്ടു. അങ്ങനെ ഇപ്പം എത്ര മണിയായി? 1:03. നന്ദു ഉറക്കം തോന്നുന്നു. എന്താടാ ഇന്നത്തെ ദിവസം നമ്മൾ ചില്ലായിട്ടിരിക്കണം. എന്നിട്ട് ഇച്ചിരി മുന്നേ കോട്ട വിട്ടത് അമ്മ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഗൈസ്, വേണ്ട നമ്മുടെ ഫുഡ് 20 അപ്പൊ 20 ഊണ് നമ്മള് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് എവിടെയാണ് കൊണ്ടു കൊടുക്കുന്ന? വേളാങ്കണ്ണി പള്ളിയുടെ അവിടെ നോക്കണം, കൈകെട്ടി യേശു പള്ളിയുടെ അവിടെ നോക്കണം, അമ്മച്ചിയുടെ അമ്പലത്തിന് അവിടെ നോക്കണം. പ്രൈവസി സ്ക്രീൻ കാർഡായിട്ടൊന്നും കാണാൻ വയ്യ. വീഡിയോ എഡിറ്റ് ചെയ്യും. എന്റെ വീഡിയോ അനു എഡിറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, വെടലയുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വേളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മള് കാറിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇതാണ് കാണിച്ചെടുത്തേ, ഇതാണ് വേളാങ്കണ്ണി പള്ളി വരുന്നത്. അവരുടെ പുറത്ത് 2-3 ഇപ്പൊ നമ്മൾ വരെ ഇരിക്കുന്ന കണ്ടു. അപ്പൊ നമുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഊണ്. അവിടെ ഒരു മാമൻ ഇരിപ്പുണ്ട്, നമുക്ക് കൊണ്ടു കൊടുക്കാം. വീഡിയോഗ്രാഫർ കണ്ടത് ചേച്ചിയാട്ടോ നമുക്ക് കൊണ്ടുപോകും. അപ്പൊ ഗൈസ്, ആ മാമന് വേറെ ആരോ ഫുഡ് കൊണ്ടു കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം നിർബന്ധിച്ചു കൊടുത്തപ്പം ഒരു ഊണ് ഓൾറെഡി ആ മാമൻ്റെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ആ മാമനെ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നു. കാരണം മാമൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആ മാമൻ്റെ കണ്ണൊക്കെ കറക്റ്റ് റെഡ് കളറ്, ചുണ്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി സിഗരറ്റ് വലിച്ച ഒരുമാതിരി, കണ്ണൊക്കെ ഒരുമാതിരി കറക്റ്റ് റെഡ് കളർ. ഞാൻ അടുത്ത് ചെന്നില്ല, എനിക്ക് അത്രയ്ക്ക് പേടി. നമ്മള് 2 പേർക്ക് കൊടുത്തു ഗൈസ്. എനിക്ക് പേടിയാവുന്നു. അപ്പൊ നമ്മള് പള്ളി കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. നമ്മൾ ലാസ്റ്റ് കൊടുത്ത മാമൻ ഞാൻ ഒരു പൊതി കൊടുത്തപ്പോ 2ാമത്തെ പൊതി എൻ്റെ തട്ടിപ്പറിച്ച്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് കൈകെട്ടി യേശുവിന്റെ പള്ളിയിൽ. അത് കാണിച്ചോളൂ, കണ്ടോ? കൈകെട്ടി യേശുവിന്റെ പള്ളിയിലാണെന്നുള്ളത്. അപ്പൊ ഇവിടെ ദാണ്ട് ഈ റോഡരികയില് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. ദാണ്ട പള്ളി തോണ്ടേ. അപ്പൊ നമുക്ക് കൊണ്ടുകൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടെ വിൽക്കുന്ന മെഴുകുതിരിയൊക്കെ വിൽക്കത്തില്ലേ, ആ ആൻറ്റിമാർക്ക് കൊടുക്കാം കേട്ടോ ചോറ്. ഗൈസ്, അപ്പം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ പോവാം. പള്ളിയാണ് ഗൈസ്. അപ്പം നമ്മൾ പള്ളിയിൽ ഫ്രണ്ടിലിരുന്ന കുറച്ച് അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും
പിന്നെ പള്ളിയുടെ അകത്തെ സെക്യൂരിറ്റി മാമനെയൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ഊണ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ബാക്കി. അത് ആർക്കാ കിട്ടുകയെന്ന് നോക്കാം. കാറിലോട്ട് പോകാൻ കേട്ടോ ഗൈസ്. നമ്മുടെ കയ്യിലുള്ള അവസാന പൊതി ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഒരു അപ്പൂപ്പനാണ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാം കേട്ടോ. ഇത് ആ നിൽക്കുന്ന അപ്പൂപ്പനാണ് കേട്ടോ. ഞാൻ ചെന്ന് ചോദിച്ചു ചോറ് വേണമെന്ന് വെച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ കൊടുക്കും ഗൈസ്. അപ്പോൾ 2 അപ്പൂപ്പന്മാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കേട്ടോ ചോറുണ്ടോയെന്ന്. പക്ഷേ നമ്മുടെ കയ്യിൽ പൊതി തീർന്നു. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാൻ. നമ്മൾ ചില്ലറ വാങ്ങിയിട്ട് അപ്പൂപ്പനെ കൊണ്ടു കൊടുക്കാതെ. നേരത്തെ വന്ന് ചോദിച്ചു അപ്പൂപ്പൻ എന്തോ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ആ അപ്പൂപ്പനും കൂടെ കൊടുക്കാം പൈസ. ഗൈസ് ഫൈനലി നമ്മൾ ചോറൊക്കെ കൊടുത്ത് 2 പേർക്ക് 2 അപ്പൂപ്പന്മാർ ചോറ് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പൊതി തീർന്നായിരുന്നു. 20 എണ്ണവും തീർന്നായിരുന്നു. അപ്പം നമ്മൾ ആ 2 അപ്പൂപ്പന്മാർക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് എങ്ങോട്ട് പോവാ? വീട്ടിൽ പോയില്ലേ? കേക്ക് മേടിക്കാൻ പോകും. അഞ്ജു ഇത് ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്. സത്യം പറഞ്ഞാൽ അത് കൊടുത്തപ്പോഴാണത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ വയ്യാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് കണ്ടുകൊണ്ടും കുറേ പേര് വരുന്നത് ഉണ്ട്. പക്ഷെ വയ്യാത്ത ആൾക്കാർക്ക് കൊടുത്തത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന 20 ഊണായിരുന്നു. വേളാങ്കണ്ണി പള്ളിയിൽ ഒരു 4 അങ്ങോട്ട് പോയി, 4 5 അങ്ങോട്ട് പോയി. ബാക്കിയെല്ലാം കൈകെട്ടി യേശുവിൻ്റെ പള്ളിയിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് 20 പേർക്ക് കൂട്ടണം. 20 പേർക്ക് കൊടുക്കാനുള്ള ബഡ്ജറ്റ് ഉള്ളായിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം 19ാമത്തെ ബർത്ത്ഡേക്ക് നമുക്ക് ആൾക്കാർക്ക് കൂട്ടി കൊടുക്കാം. ഗൈസ് നമ്മൾ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് കല്ല് സോഡ കുടിക്കാൻ വന്നു സുഹൃത്തുക്കളെ. ദാഹിക്കുന്നു, ഭയങ്കര വെയിൽ. വെള്ളം എടുത്ത് വെക്കാൻ മറന്നു. അപ്പൊ നമുക്ക് സോഡ മേടിക്കാം. എന്നാ ചേച്ചി കടപ്പാക്കട ആശ്രാമം സ്ഥലത്താട്ടോ കട. ഇവിടാണ് ലൊക്കേഷൻ, ആശ്രാമം. ഇവിടെ ഭയങ്കര തിരക്കാണ് സാധാരണ. ഇന്നും തിരക്കുണ്ട്. എടുത്ത മെനു ആട്ടോ ഇത്. ഗൈസ് നമ്മൾ 4 കല്ലിസോഡ ആദ്യം പറഞ്ഞു. പിന്നെ എനിക്ക് പാൽ സർബത്ത് മതി. അപ്പം നമ്മൾ 3 കല്ലിസോഡയും 1 പാൽ സർബത്ത്. അതാണ് ഗൈസ് പാൽ സർബത്ത്. പൊന്ന് ഗൈസ് കിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോൾ ഇതോ ഇരിക്കുന്നു എൻ്റെ പിള്ളേർ. താങ്ക് യു. ഇവര് 3 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 2 മണിക്ക് കയറി വന്ന് അല്ലേ? ട്യൂഷൻ ഇല്ലെന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ലാണ് സുഹൃത്തുക്കളെ. എന്തിയടാ മിൻഹാജ്, എന്തിയടാ നോക്ക്. ഒന്നും പറയുന്നില്ല. എന്ത് പറയാത്ത പറ നീ. അതെ പിറന്നാള് ആയിരിക്കും ആദ്യം തരേണ്ട ഫുഡ്. അപ്പൊ ഗൈസ് ആദ്യം കറി ചോറ്, വെണ്ടയ്ക്കയും കോവയ്ക്കയും മേക്കോട്ട്, ക്യാബേജ് തോരൻ, പരിപ്പ്, പപ്പടം, അവിയൽ. ഗൈസ് നവനീതിന്റെ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ കിച്ചു. ഞാൻ നവനീതെന്നും വിളിക്കും, കിച്ചു എന്നും വിളിക്കും. സിഗ്മയാ കഷ്ട അങ്ങനൊന്നും പറയാതെ ഫീലാവും. എങ്ങനുണ്ട് ചോറ്? എങ്ങനുണ്ടടാ? മാങ്ങ അച്ചാർ എനിക്കും വേണം. അച്ചാർ ഇടുന്ന നോക്കി വേണം. തമ്പുരാനി
ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഗൈസ് പരിപ്പ് പപ്പട എന്തുവാ ചത്തു. അങ്ങനല്ല, ഞാൻ ചത്ത് പ്രേതമായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബലൂൺ വീർപ്പിച്ച്. അപ്പോഴത്തേക്ക് ബലൂൺ വീർപ്പിക്കുന്ന സമയം കൊണ്ട് മിൻഹാജും മൻഹയും വന്നു. എന്നിട്ട് എന്തുവാ നമ്മൾ വെളിയിൽ പോയപ്പോഴത്തേക്കും നന്ദന വന്ന്. അപ്പോൾ ഇവരൊക്കെ 12 മണിക്ക് സ്റ്റാറ്റസ് ഇട്ട്. ഞാൻ നോക്കിയപ്പം സ്റ്റാറ്റസിൽ മിൻഹാജ് നന്ദനെ മൻഹ എന്റെ സ്റ്റുഡൻസ് ഇവരെ കൊണ്ട് ബലൂൺ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്തുവാ ഗൈസ് ഇതെന്തുവാ ഇത്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വേറൊരു സ്പെഷ്യാലിറ്റി എന്തുവാ, എന്റെ ഫ്രണ്ട്സ് വരും. നൂറയും എതുവും വരും. 4 മണിക്ക് അവർക്ക് ക്ലാസ് കഴിയത്തേ ഉള്ളു. അപ്പൊ അവര് വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. ഹായ് മൻഹേ, എന്തുണ്ട് വിശേഷം? ഹായ് നന്ദനെ, എന്തുണ്ട് വിശേഷം? നന്ദന വന്നോടനെ എന്നോട് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി സ്റ്റാറ്റസ് ഇടാൻ ഫോണില്ലായിരുന്നു, അച്ഛൻ്റെ കയ്യിലായിരുന്നു. ഗൈസ്, നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ സാധനം ഉണ്ട്. ഇത് അതിന് കോർത്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. എന്തുവാ ഞാൻ ഉറക്കൊരിച്ചിരുന്നു 12 മണിക്ക് ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് മിൻഹാജ് സ്റ്റാറ്റസും പിന്നെ ആരുടെയൊക്കെ 2 വോയിസ് മെസ്സേജ്. അപ്പം എനിക്ക് തോന്നി ഒരെണ്ണം മൻഹയുടെയും ഒരെണ്ണം മിൻഹാജിൻ്റെ. അപ്പം നമ്മൾ കടയുടെ മുകളിൽ വെച്ചാൽ കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കുന്നതും. അപ്പം നമുക്ക് കടയുടെ മുകളിൽ പോവാം. കടയുടെ മുകളിൽ വരുവാണെങ്കിൽ ഇതാണ് നമ്മളിങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹായ് അനു. ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ ആര് വന്നു? അമൽജിതേഷ് വന്നു. എന്നിട്ട് ആര് വന്നു? എന്നിട്ട് ഗൈസ് അങ്ങനെ ഇവർ ആണോ? ആ ശരി, ഐഫോൺ. നിന്റെ ഐഫോൺ. ആ, ഇവര് വന്നതിന് ശേഷം ഇവരെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വെറുതെ അടിക്കും. അപ്പം ചുട്ട. എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ പഠിത്തം പറ. എങ്ങനെയെങ്കിലും തീർന്നാ മതി. ബർത്ത്ഡേ ഗേളുടെ കൂടെ ട്വിന്നിങ് ആയിട്ട് അടുത്ത സാധനം വന്നു. അതാണ് നന്ദന ചേച്ചി. സോ ഗൈസ്, അങ്ങനെ നൂറ ഇതൊക്കെ വന്ന് നമ്മൾ ഇപ്പം അവിടെ ആരൊക്കെയാ നിൽക്കുന്നത്? അപ്പം ഞങ്ങളിപ്പം മേളിൽ പോവാ കേട്ടോ, കടയുടെ മേളിൽ പോവാ. അതുകൊണ്ട് എല്ലാവരും നടന്ന് വരുന്നു. വേണ്ട, എൻ്റെ കൂടെ പഠിച്ച 2 ആൾക്കാരെന്ത്? ഹായ്, ഇതാണ് കേക്ക്. ഇതിങ്ങനെ ഇത് ഞാനാന്നാണ് എൻ്റെ ഒരു നിഗമനം.
അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതായത് നമുക്ക് കൂടുതൽ ലെങ്ത് ആയി പോയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. സോ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ് പാർട്ട് 1. അപ്പോൾ ബാക്കി ഗിഫ്റ്റ് അൺബോക്സിങ്, ബാക്കി കുറച്ചും കൂടെ പരിപാടീസൊക്കെ നെക്സ്റ്റ് ബർത്ത്ഡേ വ്ളോഗ് പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ വ്ളോഗ് പാർട്ട് 2 വേണ്ടി കാത്തിരിക്കുക. ടാറ്റാ.